ഹലോ എവ്രി വൺ, അവരോൺ കുവൈറ്റിൻ്റെ വീണ്ടും ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് MOHലേക്ക് വരുന്ന അല്ലെങ്കിൽ വരാൻ ശ്രമിക്കുന്ന ആളുകളോട് ആദ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മാൽ പ്രാക്ടീസും ഈ MOHലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴോ അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. MOH ഇതുപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് തന്നിരിക്കുമ്പോൾ ഫ്രീ ആയിട്ട്, നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് എത്ര കഷ്ടപ്പെട്ടാണ്, എത്രയോ ലക്ഷങ്ങൾ കൊടുത്താണ് ഇന്ത്യയിൽ നിന്നും ആളുകൾ ഇവിടെ വന്നിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ഏജൻസിയും പണമൊക്കെ വാങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോഴും ഇതിൻ്റെ ഇടയ്ക്ക് ഏജൻസീസ് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇനി മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് MOHനെ ചീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അങ്ങനെയുള്ള മാൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് മാറ്റങ്ങളൊക്കെ വരാനുള്ള കാരണങ്ങളും അതുതന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എത്ര ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിൻ്റെ പല ഭാഗത്തും നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് കുവൈറ്റിലേക്ക് വരാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് വിചാരിച്ച് ആശ്വസിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യത്തിലും ഒരു ഫൗൾ പ്ലേ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുറേ പേർക്കുള്ള സംശയമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് സാലറി എപ്പോഴാണ് കിട്ടുക എന്നുള്ളതാണ്. നേരത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഇവിടെ വന്നതിന് ശേഷം 7-8 മാസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ സാലറി കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം ഒരുപാട് പേപ്പർ വർക്കും ഫോർമാലിറ്റീസും ഒക്കെ ഇവിടെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ സാലറി നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ പ്രൈവറ്റ് ഏജൻസീസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ നമുക്ക് സാലറി നെക്സ്റ്റ് മന്ത് മുതൽ നമുക്ക് കിട്ടും. പക്ഷേ MOHലെ കാര്യം അങ്ങനെയല്ല. ഒരുപാട് പേപ്പർ വർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ വന്ന് അടുത്ത മാസം തന്നെ നമുക്ക് സാലറി കിട്ടണമെന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ആളുകൾക്ക് പോലും സാലറി കുറേ പേർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വരുമ്പോൾ കുറച്ച് പണം നമ്മളുടെ കയ്യിൽ കരുതിക്കൊണ്ട് വരിക തന്നെയായിരിക്കും ഏറ്റവും ബുദ്ധി. MOH ഒരിക്കലും ആരെയും പണം കൊടുക്കാതെ ഇരിക്കുകയില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്ത ഓരോ ജോലിക്കും അവർ നിങ്ങളുടെ സാലറി തന്നിരിക്കും. പക്ഷേ ഒരു പക്ഷേങ്കിൽ ഈ സാലറി 3-4 മാസത്തെ സാലറി ഒന്നിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ അല്പം പണം കരുതിയിരിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം എന്തെങ്കിലും പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഇവിടെ താമസം നേടുവാണെങ്കിൽ പല കാര്യങ്ങളും ഡിലേ ആകാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സാലറി കിട്ടുകയില്ല എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് സാലറി ഒരു പക്ഷേ ഡിലേ ആകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പം പണം കൂടുതൽ കയ്യിൽ കരുതുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഒരാൾ ചോദിച്ച സംശയമാണ് ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഏത് പേജാണ്. ഇപ്പോൾ 2-3 പേജ് ട്രാൻസ്ക്രിപ്റ്റ് ഉള്ള ആളുകൾക്ക് ഏത് പേജാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ലാസ്റ്റ് പേജ് മാത്രം അറ്റസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ സാധാരണയായിട്ട് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഏജൻസീസിൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ ആ ഏജൻസീസിന് അറിയാം ഏത് പേജാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും അറ്റസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ, ഇവിടെ നമ്മളുടെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ കൊടുക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് പേജ് മാത്രം അറ്റസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഓരോ പേജിനും നമ്മൾ വീണ്ടും സ്റ്റാമ്പ് അടിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പണ്ടില്ലാതിരുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ പലർക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. പല നേഴ്സിംഗ് കോളേജുകളും ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് കിട്ടാൻ എന്താണ് മാർഗ്ഗമെന്നാണ് പലരും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് അതോറിറ്റിയുടെ അടുത്ത് പോവുക എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് പോയാൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റും ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റും ഒന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അവർ ഏർപ്പെടുത്താൻ കാരണം തന്നെ മാർക്ക് ലിസ്റ്റുകളൊന്നും അറ്റസ്റ്റ് ചെയ്യാതെ ഈ കാര്യങ്ങളെല്ലാം ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അവരിപ്പോൾ മിനിസ്ട്രി മാൻഡേറ്ററി ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് മെഡിക്കൽ വാർഡ് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്. മെഡിക്കൽ വാർഡ് ഓൾമോസ്റ്റ് എല്ലാ വാർഡുകളും B ഗ്രേഡാണ്. നേരത്തെ A-B-C ഗ്രേഡുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ A ഗ്രേഡ് ആൻഡ് B ഗ്രേഡ് മാത്രമേ ഉള്ളൂ. C ഗ്രേഡ് എന്നുള്ള കാറ്റഗറി തന്നെ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് തന്നെ A ഗ്രേഡ് അല്ലെങ്കിൽ നമ്മൾ B ഗ്രേഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സ്പെഷ്യാലിറ്റി യൂണിറ്റ്സ്, അതായത് എമർജൻസി, OT, ICU എന്നിങ്ങനെയുള്ള യൂണിറ്റുകളാണ് മിക്കവാറും A ഗ്രേഡായിട്ട് വരുന്നത്. ചില ഹോസ്പിറ്റലുകൾ അവർക്ക് സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ അലവൻസ് അവർ A ഗ്രേഡായിട്ടാണ് കൊടുക്കുന്നത്. അലവൻസിൻ്റെ കാര്യത്തിലും ചിലപ്പോൾ അവർക്ക് 3 റിസ്ക് അലവൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ മിക്കവാറും വാർഡുകളിലൊക്കെ 2 അലവൻസും അതുപോലെ തന്നെ 1 അലവൻസ് കിട്ടുന്ന ഹോസ്പിറ്റലും ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് സാലറിയിൽ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. ഡയാലിസിസും പലരും ചോദിച്ചിട്ടുണ്ട്. ഡയാലിസിസ് B ഗ്രേഡാണ് ആസ് ഓഫ് നൗ. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മിനിസ്ട്രിയുടെ കാര്യമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് മാറ്റവും നമുക്ക് പ്രതീക്ഷിക്കാം.
പിന്നെ പലരും ചോദിക്കാറുണ്ട് വിസ വരാൻ എത്ര നാളെടുക്കും? ഇവിടെ ഞങ്ങൾക്ക് 3 മാസത്തെ റെസിഗ്നേഷൻ കൊടുത്തേ മതിയാവൂ. അതിനുശേഷം ഇപ്പോൾ വിസ വന്നതിന് ശേഷം 3 മാസത്തെ റെസിഗ്നേഷൻ കൊടുക്കുമ്പോഴത്തേനും വിസയുടെ കാലാവധി തീർന്നു പോകുമല്ലോ എന്നുള്ളതാണ് അവരുടെ ഒരു ഡൗട്ട്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ വിസ വന്നതിന് ശേഷം മാത്രം റെസിഗ്നേഷൻ കൊടുക്കുന്നതാണ് ബുദ്ധി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ അവിടെ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മളുടെ ജോലി കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ വിസ വരാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇതൊരു റിസ്ക് എടുക്കലാണ് നിങ്ങൾ അതിന് മുമ്പ് റെസിഗ്നേഷൻ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ മിനിസ്ട്രിയിൽ നിന്നും വിസ വന്നതിന് ശേഷം 3 മന്ത്സേ ഉള്ളൂ, അതിനുള്ളിൽ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുൻപ് റെസിഗ്നേഷൻ കൊടുക്കണോ എന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല. അല്ലാതെ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങൾ റെസിഗ്നേഷൻ കൊടുത്തോളൂ വിസ വരും എന്നുള്ളത് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. പിന്നെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വിസ പ്രോസസ്സിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിങ് എവിടം വരെയായി എന്ന് പോയി അന്വേഷിക്കാൻ പറ്റുമോ? മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾക്ക് അങ്ങനെ പോയി ഓരോരുത്തരുടെയും കാര്യങ്ങൾ എൻക്വയറി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് പ്രോസസ്സിങ് കാര്യങ്ങളും നടത്തുക എന്നുള്ളതല്ലാതെ ഓരോ വ്യക്തിപരമായിട്ട് നമ്മൾക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷനില്ല. അങ്ങനെയല്ല അവിടുത്തെ ഒരു സിസ്റ്റം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ അങ്ങനെ നമ്മൾക്ക് അറിയാൻ പറ്റുമോ എന്നറിയില്ല. നാട്ടിൽ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ ആളുകൾ നമ്മളെ ഇൻറ്റിമേറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ. ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ഇവിടെയുള്ള ആളുകൾക്ക് MOHൽ പോയി ഒരു പർട്ടിക്കുലർ ആളുടെ കാര്യം ചോദിക്കാനുള്ളൊരു സാധ്യത തൽക്കാലം ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. പിന്നെ മെഡിക്കൽ എക്സാമിൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷേ മെഡിക്കൽ എക്സാമിനേഷൻ ഇതുവരെയും ചെയ്യാത്ത ആളുകളായിരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള മെഡിക്കൽ എക്സാമാണ് എപ്പോഴും ചെയ്യുന്നത്. നമ്മളുടെ നമ്മളുടെ മെൻ്റൽ സ്റ്റാറ്റസ് വരെ അവർ ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജനറൽ സിസ്റ്റമിക് എക്സാം ചെയ്യും, ഒഫ്താൽമോളജി, അതുപോലെ തന്നെ നമ്മളുടെ BP ഓഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം അവർ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ വാക്സിനേഷൻ്റെ കാര്യങ്ങളൊക്കെ വാക്സിനേഷൻ റെക്കോർഡ്സും എടുക്കാത്ത വാക്സിനേഷൻസ് ഒരുപക്ഷെ നമ്മൾക്ക് എടുക്കേണ്ടതായിട്ട് ആവശ്യം വരും. ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ്, മലേറിയ, അതുപോലെ തന്നെ യൂറിൻ, സ്റ്റൂൾ, ഇതിൻ്റെ എല്ലാം സ്ക്രീനിങ് അവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ സീറോളജി ആയിട്ടുള്ളത് HIV, HBsAg, അതുപോലെ HCV ഇതൊക്കെ അവർ ചെയ്യും. പിന്നെ പ്രഗ്നൻസി ടെസ്റ്റും ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ പലരും ചോദിക്കാനുള്ള പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആസ്മാറ്റിക് ആയതുകൊണ്ടും ഡയബറ്റിക് ആയതുകൊണ്ടും ഇങ്ങോട്ട് വരാൻ പ്രശ്നം ഉണ്ടാകുമെന്നുള്ള. ആസ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ ഇങ്ങോട്ട് വരുന്നതിനൊരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയില്ല, പ്രൊവൈഡഡ് നിങ്ങളുടെ എക്സ്റേ എടുക്കുമ്പോൾ എക്സ്റേ ക്ലിയർ ആണെങ്കിൽ. ആസ്മാറ്റിക് ചേഞ്ചസ് അല്ല ഉദ്ദേശിച്ചത്. എന്തെങ്കിലും പാച്ചസോ അങ്ങനെ ഓൾഡ് TBയുടെ ഇതായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മെഡിക്കൽ നാട്ടിൽ വെച്ച് തന്നെ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആസ്മ എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ല. പക്ഷേ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് മെഡിക്കലി അൺഫിറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ള സംശയങ്ങൾക്കുള്ള മറുപടികൾ. ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴി എന്ന് പറയുന്നത് ഇവിടുത്തെ കുവൈറ്റിലെ വഫ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഇവിടുത്തെ ആളുകൾ കുവൈറ്റീസിനൊക്കെ ഒരുപാട് ഫാം ഹൗസും ഒക്കെയുള്ളൊരു സ്ഥലമാണ് ഈ വഫ്ര എന്ന് പറയുന്നത്. കുറച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ദൂരെയായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം വളരെ വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് തന്നെ പറയാൻ പറ്റും. ആൾതാമസമൊന്നും അധികമൊന്നും നമ്മൾ പോകുന്ന വഴിയിലൊന്നും കാണാനില്ല. പക്ഷേ എങ്കിലും നമ്മൾക്ക് ഇനി വരുന്ന ഈദ് ഹോളിഡേയ്സിലൊക്കെ നമുക്ക് താമസിക്കാനായിട്ട് മിക്കവാറും ആളുകൾ ഒരു ദിവസമോ 2 ദിവസമൊക്കെ ആയിട്ട് ഫാമിലീസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചർച്ചായിട്ട് അങ്ങനെ പല രീതിയിലും ആളുകൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങളും ഈ പ്രാവശ്യം അങ്ങനെ ഒരു ടൈം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.